അതിന് കാലവിളംബം വരുത്തുമെന്ന് ചോദിച്ച അർത്ഥം എന്താണ്? എന്താ? ആ താമസം വരുത്തുമെന്ന് വരുത്തത്തില്ലെന്നോ? വരുത്തത്തില്ലെന്ന്. അപ്പോൾ ദൈവത്തിൻ്റെ പോളിസിയാണ്. നമ്മൾ ഇട്ട് നടത്തുന്ന പരിപാടിയൊന്നുമില്ല, സർക്കാർ പ്രോഗ്രാമൊന്നുമില്ല. ദൈവത്തിൻ്റെ പോളിസി എന്താ? കാലവിളംബം വരുത്താത്തതാണ്. കാലവിളംബം വരുത്താത്തതാണ് ദൈവത്തിൻ്റെ പോളിസി. അത് കൃത്യമായി കർത്താവ് പറയുന്നുണ്ട്. അമ്മയുടെ പ്രാർത്ഥനയ്ക്കും പെട്ടെന്ന് കൺകറൻസ് കിട്ടാൻ കാര്യം എന്താ? സമയമായില്ല എന്ന് പറഞ്ഞാലും അതിൻ്റെ പ്രൊവിഷൻസ് ഉണ്ടാകുന്ന നോക്കുകയല്ലേ. സമയമായില്ല എന്നല്ലേ കാനായിലെ കല്യാണത്തിൽ അമ്മയോട് പറയണത്. എന്നാലും സമയമായില്ല എന്ന് പറഞ്ഞാലും സഹായിക്കാനുള്ള പ്രൊവിഷൻസ് ഉണ്ടോ എന്ന് ദൈവം നോക്കും. അപ്പം ദൈവത്തിൻ്റെ നയപരമായ രീതിയിൽ കാലവിളംബം വരുത്താത്തതാണ് ദൈവത്തിൻ്റെ രീതികൾ. അപ്പം ദൈവത്തിൻ്റെ കാലവിളംബം വരുത്താത്ത രീതികളിൽ ആണ് അമ്മ പ്രാർത്ഥന വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്തു? അമ്മ ആ പ്രാർത്ഥന വെച്ചപ്പോൾ ആ പ്രാർത്ഥന ഈശോ ഏറ്റെടുത്തു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ എപ്പോഴും ചിന്തിക്കണം, കാലവിളംബം വരുത്തത്തില്ലെന്ന്. ഇപ്പം എല്ലാവർക്കും എല്ലാം നല്ലതാണ്, എല്ലാം നല്ലതാണ്, എല്ലാവർക്കുമല്ല എന്ന് പറഞ്ഞൊരു വചനമുണ്ട്. പ്രഭാഷകനാണ് 37:28 അല്ല, എല്ലാം നല്ലതാണ്, എല്ലാവർക്കുമല്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. അപ്പം നിൻ്റെ അനിയത്തിക്ക് ചിലപ്പോൾ കാനഡ നല്ലതായിരിക്കാം, നിനക്ക് നല്ലതായിരിക്കത്തില്ല. അതാണ് പ്രശ്നം വരുന്നത്. അതുകൊണ്ടാണ് കാലവിളംബം വരണത്. ദൈവത്തിൻ്റെ പദ്ധതിയിൽ കാലവിളംബം നയപരമായിട്ടുള്ള നിലപാടല്ല. കാലവിളംബം നയപരമായിട്ട് നിലപാടല്ലാത്ത കൊണ്ടാണ് കാലവിളംബം ഉണ്ടാകുന്ന കാര്യങ്ങൾക്ക് പോലും സഹായിക്കാനുള്ള സാധ്യത ദൈവം അന്വേഷിക്കുന്നത്. അമ്മയോട് പറഞ്ഞപ്പോൾ സമയമായില്ല എന്ന് പറഞ്ഞപ്പോഴും അപ്പാടെ മനസ്സിലാണ് സമയമെന്ന് പറയുമ്പോഴും ഈശോ അന്വേഷിക്കുകയാണ്, അമ്മയല്ലേ പറഞ്ഞത്, അത് ചെയ്തു കൊടുക്കാനുള്ള വല്ല സാധ്യതയും ഉണ്ടോ? ഉണ്ടായെന്ന് നോക്കിയപ്പോൾ ഒരു പ്രൊവിഷൻ കിട്ടി. എന്താണ്? ദൈവത്തിൻ്റെ നിലപാട്, തൻ്റെ മക്കളുള്ള നിലപാട് കാലവിളംബം ലൂക്ക 18:7 അനുസരിച്ച് കൊണ്ട് കാലവിളംബം വരുത്താത്ത നിലപാടാണ്. അപ്പോൾ ആ പ്രൊവിഷനിൽ വെച്ചുകൊണ്ടാണ് അമ്മയോട് പറയുന്നത് ഭരണികൾ വെള്ളം നിറക്കാൻ പറഞ്ഞത്. ഇങ്ങനെ ഒരു ലുപ്പ് ഹോളുണ്ട്, അതനുസരിച്ച് കൊണ്ട് അമ്മയെ സഹായിക്കാനുള്ള സാധ്യതയുണ്ടെന്ന്. ദൈവം എപ്പോഴും നോക്കണത് എങ്ങനെയെങ്കിലും നമ്മളെ സഹായിക്കാനുള്ള മനസ്സാണ്. അതിലൊക്കെ അമ്മയുടെ കൂടെ ഒരു ഉന്തുകൂടി ആകുമ്പോൾ ഓക്കെ ആകും സംഭവം. എങ്ങനെയെങ്കിലും നമ്മളെ സഹായിക്കണമെന്ന്, നമ്മളെ സഹായിക്കരുതെന്നല്ല, എങ്ങനെയെങ്കിലും നമ്മളെ സഹായിക്കാൻ ആണ് ദൈവത്തിൻ്റെ മനസ്സുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള മനസ്സിൻ്റെ ഇടയ്ക്ക് അമ്മയുടെ ഒരു മധ്യസ്ഥം കൂടി കിട്ടുമ്പോൾ നമ്മുടെ കാര്യത്തിൽ തീരുമാനമാകും. ശ്രുതിയുടെ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.